ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സുപ്രീതി വിശേഷത്തിലേക്ക് കടന്നാൽ അപ്പം അതിനുമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതുകൊണ്ട് മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാല്ലേ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതി ശ്രീകാന്തിനെ വിളിക്കാണ് കേട്ടോ. അപ്പൊ ആദ്യം നമ്മുടെ ചന്ദ്ര ശ്രീകാന്തിനെ വിളിച്ച കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. വർഷനെ ഇങ്ങോട്ട് കേറ്റണ്ട, നീ പോയി വർഷനെ കൊണ്ടുവരണ്ട, അങ്ങനെ പോയി കൊണ്ടുവന്നാൽ ഒരാണാണല്ലാതാകുന്നത്. ഇത് കേട്ടപ്പോഴത്തേക്ക് രേവതിക്ക് സഹിച്ചില്ല കേട്ടോ. ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. ഒരു ഭാര്യ പിണങ്ങി പോയിട്ടുണ്ടെങ്കിൽ ഒരു ഭർത്താവ് ചെന്ന് വിളിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ രേവതി നേരെ ശ്രീകാന്തിനെ വിളിക്കുകയാണ്. അപ്പൊ ശ്രീകാന്ത് ഫോൺ എടുത്തിട്ട് പറയടത്തി എന്ന് പറഞ്ഞു. അപ്പം രേവതി ചോദിച്ചു, അല്ല നീ തിരക്കിലാണോ? അല്ലെന്നേ, ഞാൻ തിരക്കിലൊന്നും അല്ല. അത് പിന്നെ നിന്റെ അമ്മ നിന്നോട് ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു, അതാ ഞാൻ നിന്നെ വിളിച്ചത്. എന്തിനാ ശ്രീകാന്തെ നീ ഇങ്ങനെ ചെയ്തത്? ഏടത്തി, അത് പിന്നെ ഞാൻ എന്ത് ചെയ്തെന്നാ ഏടത്തി പറയുന്നത്? തീരെ വയ്യാത്തത് കൊണ്ടല്ലേ പക്ഷെ നിന്നോട് ലീവ് എടുക്കാൻ പറഞ്ഞത്. എന്നിട്ട് നീ അത് കേട്ടോ? ഇല്ലല്ലോ. അവക്ക് നല്ല പനിയുണ്ടടാ, നല്ല പനിയാ. നീ അവളുടെ കൂടെ നിൽക്കണമായിരുന്നു. അത് പിന്നെ ഏടത്തി, എനിക്ക് ഇങ്ങോട്ട് വരാതിരിക്കാൻ പറ്റില്ലായിരുന്നു. എന്നെ വിശ്വസിച്ച് എടുത്ത ഓർഡർ അല്ലേ, അതെനിക്ക് ചെയ്തു കൊടുത്തല്ലേ പറ്റത്തുള്ളൂ. എടാ, ഭാര്യനേക്കാളും വലുതാണോടാ ജോലി. നിനക്കൊരു അസുഖം വന്നെങ്കിൽ അവള് ലീവ് എടുത്ത് നിന്റെ കൂടെ നിൽക്കില്ലായിരുന്നോ? അതൊക്കെ എനിക്ക് അറിയാം ഏടത്തി. ഞാൻ പെട്ടെന്ന് വരാന്ന് പറഞ്ഞിട്ടാ ഇറങ്ങിയത്. അവളെ നോക്കണമെന്ന് ഞാൻ ഏടത്തിയോട് പറഞ്ഞതല്ലേ. പിന്നെ വർഷം എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? നീ അങ്ങനെയൊന്നും വിചാരിക്കില്ല. അവൾക്ക് നല്ല വിഷമമുണ്ട് മോനെ. ഇങ്ങനെയുള്ള സമയത്ത് ഭർത്താവ് കൂടെ വേണമെന്ന് ഏത് ഭാര്യ ആഗ്രഹിക്കാത്തത്? നീ നിന്റെ ഏട്ടനെ നോക്കിക്കേ. എനിക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ അദ്ദേഹം എന്റെ കൂടെ തന്നെ ഉണ്ടാകും എപ്പോഴും. ജോലിക്ക് പൊയ്ക്കോളാം പറഞ്ഞാൽ കൂടി അദ്ദേഹം ജോലിക്ക് പോകത്തില്ല. അതൊക്കെയല്ലേ നമ്മുടെ വർഷ കാണുന്നത്. പിന്നെ കല്യാണം കഴിഞ്ഞ വീട്ടില് മറ്റുള്ളവർ അങ്ങനെ പെരുമാറുന്നു ഇങ്ങനെ പെരുമാറുന്നു എന്നുള്ളതൊന്നും വിഷയമല്ല. താല കെട്ടിക്കൊണ്ടുവരുന്ന ആള് കൂടെ നിന്നാൽ മാത്രം മതി. അത് അവക്കൊരു ബലവാ, അത് അവക്കൊരു സുരക്ഷിതത്വമാ. ഇന്നൊരു ദിവസം അവളുടെ കൂടെ വേണമെന്ന് പറഞ്ഞിട്ട് നീ പോയില്ലേടാ മോനെ. അത് വേണ്ടായിരുന്നു. അത് അവക്ക് ഭയങ്കര വിഷമായി, ഹേർട്ടായി. അതുകൊണ്ടാ അവൾ അവളുടെ വീട്ടിൽ പോയത്. അത് നീ മനസ്സിലാക്കുക. ചെറിയൊരു പിണക്കം മാത്രമല്ലേ ഇത്. നിന്റെ അമ്മ പറയുന്നത് കേട്ട് നീ അവളെ കാണാൻ പോവാതെ ഇരിക്കരുത്. അവളെ നീ പോയി കാണണം. ഇന്ന് തന്നെ വർഷയുടെ വീട്ടിൽ പോയി നീ അവളെ കണ്ട് സമാധാനിപ്പിച്ച് കൂട്ടിക്കൊണ്ടുവരണം. അതാ നീ ചെയ്യേണ്ടത്. അതാ ഒരു നല്ല ഭർത്താവ് ചെയ്യേണ്ടത്. അതെ, ശരിയെടുത്തി, ഞാൻ അവളോട് പോയി സംസാരിച്ചോളാം. അവളെ ഞാൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാം. എന്നാ ശരി മോനെ എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു കേട്ടോ. ഏതായാലും ഇതൊക്കെ സച്ചിയും കേട്ടോണ്ടിരിപ്പുണ്ടായിരുന്നു. അപ്പൊ സച്ചു പറഞ്ഞു, ആഹാ, നിന്നെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നു രേവതി. അതെന്തിനാ? ഈ വീട്ടിലെ ഗ്രഹനാഥ ഭാര്യയെ പോയി കാണരുത്, അവളോട് സംസാരിക്കരുത് എന്നൊക്കെയാ ശ്രീകാന്തിനോട് പറഞ്ഞത്. അങ്ങനെയാണോ നീ? അല്ലല്ലോ. ഈ വീട്ടിലെ മരുമകളായ നീ ചെന്ന് ഭാര്യനെ കൂട്ടിക്കൊണ്ട് വരണം എന്നാ ശ്രീകാന്തിനോട് പറഞ്ഞത്. സൂപ്പർ രേവതി, നീയാ സൂപ്പർ. നിന്നെ പോലെ സൂപ്പർ ഇവിടെ ആരുമില്ല. എന്റെ അമ്മയെ പോലെയുള്ള അമ്മമാരാ മക്കളെ ഡിവോഴ്സിലേക്ക് തള്ളിയിടുന്നത്. നിന്നെ പോലെയുള്ളവർ വീട്ടിലുണ്ടെങ്കിൽ ഈ നാട്ടിലെ ഒരു ഡിവോഴ്സും ഉണ്ടാവത്തില്ല, അത് ഉറപ്പാ. അത് പിന്നെ എന്റെ പൊന്നു സച്ചിയുടെ വർഷയുടെ കാര്യം അറിയത്തില്ലേ, വാശിക്കാരിയാ. അവള് വരുമോന്നൊന്നും അറിയത്തില്ല. ശ്രീകാന്ത് പോയി വിളിച്ചാല് സംസാരിച്ച് മയക്കി അവളെ കൂട്ടിക്കൊണ്ട് വരാനുള്ള കഴിവ് എന്റെ അനിയനുണ്ട്. അവള് വരുന്നേ, ഉറപ്പാ. നീ ടെൻഷൻ ആവാതിരിക്കുക. അവള് വരണം സച്ചേട്ടാ, അതും എന്റെ ആഗ്രഹം. ഏതായാലും ഈ സമയത്ത് പിന്നെ കാണിക്കും നമ്മുടെ ശ്രുതിനെയാണ്. ശ്രുതിക്ക് പെട്ടെന്നൊരു കോള് വരിക. നവീനാട്ടോ വിളിക്കുന്നത്. അപ്പൊ നവീൻ വിളിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ശ്രുതിക്ക് എടുക്കാൻ ഒരു മടി. എന്നിട്ട് എങ്ങനെയൊക്കെയോ എടുത്തിട്ട് എന്തിനാടാ നീ ഇങ്ങോട്ട് വിളിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ നവീൻ പറഞ്ഞു, എന്തൊരു ചോദ്യമാടി ഇത്, നീ എന്നെ കളിപ്പിക്കുകയാണോ? ഞാൻ ചോദിച്ച 5 ലക്ഷം രൂപ എവിടെ? അതെനിക്ക് വേണ്ടേ? നീ അത് തടി ആദ്യം 2 ദിവസത്തിനുള്ളിൽ തരണം നല്ലേടി ഞാൻ പറഞ്ഞത്. ഇപ്പൊ തന്നെ എത്ര ദിവസമായി ഇത്? അത് പിന്നെ എന്റെ പൊന്നു നവീനെ, എന്റെ കയ്യിൽ ക്യാഷ് ഇല്ല ഇപ്പം. എവിടെ നിന്നും സംഘടിപ്പിക്കാനൊന്നും പറ്റുന്നില്ല. അപ്പൊ ഞാൻ നിന്റെ വീട്ടിലേക്ക് വരേണ്ട സമയമായല്ലേ? രാത്രി വന്നാ മതിയോ? രാത്രി വരാം. അപ്പൊ നിന്റെ ഹസ്ബൻഡും അടക്കം എല്ലാവരും ഉണ്ടാവൂലോ. അയ്യോ എന്റെ പൊന്നു നവീനെ, അങ്ങനെയൊന്നും ചെയ്യരുത്. നിന്റെ വാസ്റ്റ് എല്ലാവരോടും പറഞ്ഞാൽ ഇനി ശരിയാവത്തോളെന്നാ തോന്നുന്നത്. നിന്നെ അവരെല്ലാവരും കൂടി ചവിട്ടി പുറത്താക്കുന്നത് കണ്ടിട്ടേ ഞാൻ അവിടെ നിന്ന് ഇറങ്ങത്തുള്ളൂ. അയ്യോ അങ്ങനെയൊന്നും ചെയ്യില്ല നവീനെ, പ്ലീസ് നവീനെ, ഞാൻ കാല് പിടിക്കാം. നവീനെ, ഞാൻ നിനക്ക് ക്യാഷ് തരാം. എനിക്കൊരു 2 ദിവസം കൂടെ സാവകാശം താ. അപ്പം ഞാൻ നിനക്ക് ക്യാഷ് തരാം. പ്ലീസ്, നിനക്ക് 5 ലക്ഷം രൂപ ഞാൻ തന്നോളാം. അതുപോലെ 5 ലക്ഷം രൂപ നീ തരണം. ഇത്ര നാൾ വെയിറ്റ് ചെയ്തല്ലോ, 2 ദിവസം കൂടി ഞാൻ നിനക്ക് തരാം. അതിനിടയില് നീ ക്യാഷ് തന്നിരിക്കണം. ഇല്ലെങ്കിലേ ഈ നവീൻ ദാസ് ആരാണെന്ന് നീ അറിയും. ഞാൻ തരും ഉറപ്പായിട്ട് തരും നവീനെ എന്ന് പറഞ്ഞ് ഫോണും കട്ട് ചെയ്തു കേട്ടോ. നമ്മുടെ ശ്രുതിക്കാണ് ഒരു ഇരിക്കപ്പുറത്തും ഇല്ല, ഒരു സമാധാനവും ഇല്ല. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും, നീ നോക്കിയിരിക്കും, 1 രൂപ പോലും ഞാൻ നിനക്ക് തരില്ല. ഇന്ന് രാത്രി തന്നെ ഞാൻ സച്ചിയുടെ ഫോണിൽ നിന്ന് ആ വീഡിയോ എടുത്ത് ആന്റണിക്ക് അയച്ചു കൊടുക്കും. ആ നിമിഷം നിന്നെ ആന്റണി പൊക്കിക്കോളൂടാ. പിന്നെ നിനക്ക് 5 ലക്ഷം രൂപ തരാന് ഞാന്
ഞാൻ മിക്കവാറും തരാം, നീ 5 ലക്ഷം രൂപ പോയിട്ട് 1 രൂപ ചോദിക്കാൻ കാണില്ലല്ലോ എന്ന്. ഈ ഒരു സമയത്ത് വീണ്ടും കാണിക്കുന്ന വർഷേനെയാണ്. വർഷേനയല്ല, വർഷയുടെ വീടാണ്. അപ്പൊ വർഷയുടെ അച്ഛനും അമ്മയാണ് കേട്ടോ. അങ്ങനെ വർഷയുടെ അച്ഛൻ വർഷയുടെ അമ്മയോട് ചോദിക്കുകയാണ്, അതായത് വർഷയുടെ അച്ഛൻ വർഷയുടെ അമ്മയോട് ചോദിക്കുകയാണ്, അവൾ എന്തിനാ വന്നതെന്ന് അറിയാമോ എന്ന്. അപ്പൊ പറഞ്ഞു, അതറിയില്ല, അവള് ഒന്നും പറഞ്ഞില്ല. അല്ല, അവള് പെട്ടിയായിട്ടല്ലേ വന്നത്? അതേന്നേ. അതെ, എനിക്കൊരു സംശയം തോന്നുന്നു, അവൾ അവളുടെ വീട്ടുകാരുമായിട്ട് പിണങ്ങി വന്നെന്ന് എനിക്ക് തോന്നുന്നു. മിക്കവാറും ഭർത്താവുമായിട്ട് വഴക്കിട്ട് കാണും. കാരണം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കുത്തി വലുതാക്കാം. അവൾ ഇനി ഒരിക്കലും ഈ വീട്ടിൽ നിന്ന് അവിടേക്ക് തിരിച്ചു പോകാത്ത രീതിയിൽ നമുക്ക് ഈ വിഷയം കൊണ്ടെത്തിക്കണം. മഹിമ, നീ കിട്ടിയ ചാൻസ് കളയരുത്. ആ മതി കേട്ടാ, അവള് തനിയെ ഇവിടെ വന്നിരിക്കുന്നത്. വർഷയും ശ്രീകാന്തും ഒരുമിച്ച് നമ്മൾ താമസിക്കണം എന്നല്ലേ ആഗ്രഹിച്ചിരുന്നത്. ആ കുടുംബം വിട്ട് അവൻ ഇവിടെ എത്തണം. ഭാര്യ പിരിഞ്ഞ് അവന് കൂടുതൽ കാലമൊന്നും തങ്ങി നിൽക്കാൻ കഴിയത്തില്ല. വർഷ ഇവിടെ സ്ഥിര താമസമാക്കി കഴിഞ്ഞാലേ പിറകെ അവനും ഇങ്ങോട്ട് വന്നോളും. അവനിവിടെ വരും താമസിക്കാനായിട്ടെന്ന്. ഏതായാലും ഈ സമയത്ത് പുറത്തൊരു കോളുംകല്ല് കേട്ടതും നമ്മുടെ മഹിമ, ആരാണാവോ, ഞാൻ ഒന്ന് പോയി നോക്കട്ടെ മധുവേട്ടാന്ന് പറഞ്ഞിട്ട് നേരെ ചെന്ന് വാതിൽ തുറന്നപ്പോഴത്തേക്കും വേറെ ആരുമല്ല, നമ്മുടെ ശ്രീകാന്താണ് കേട്ടോ. ശ്രീകാന്തിനെ കണ്ടതും വർഷയുടെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. ഇപ്പം വർഷയുടെ അമ്മ, അയ്യോ മോനെ, ദേ വാ, കേറി വാ, അകത്തേക്ക് കയറി വാ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് അകത്തേക്ക് കയറി ചെല്ലാണ് കേട്ടോ. അങ്ങനെ മധുസൂദനൻ ചോദിച്ചു, അല്ല ശ്രീകാന്ത്, എന്തൊക്കെയുണ്ട് വിശേഷം? നിനക്ക് സുഖം തന്നെയല്ലേ? ആ, സുഖം തന്നെയാ. മഹിമ പറഞ്ഞു, നിന്നെ കുറിച്ച് ഇപ്പൊ ഞങ്ങൾ പറഞ്ഞതേ ഉള്ളൂ മോനെ, നിന്നെ കുറിച്ച് സംസാരിച്ചിട്ട് വായെടുത്തതേ ഉള്ളൂ. ആ, ഏതായാലും മോനിരിക്കെ, ഞാൻ ഇപ്പൊ എന്തെങ്കിലും കുടിക്കാൻ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകാൻ ഇപ്പൊ, ഒന്നും വേണ്ട ആന്റി, എനിക്കൊന്നും വേണ്ട. വർഷ ഇവിടെ, ഞാൻ വർഷേനെ കാണാനാ വന്നത്. അവള് മുറിയിലുണ്ട്. അവള് മുറിയിലുണ്ടെങ്കിൽ ഞാൻ അവളെ ഒന്ന് പോയി കണ്ടോട്ടെ. ആ, അല്ല മോനെ, വർഷ പെട്ടിയായിട്ടൊക്കെയാണല്ലോ വന്നത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോനെ? അല്ല, അവള് ഞങ്ങളോടൊന്നും പറഞ്ഞില്ല. അവളൊന്നും പറഞ്ഞില്ലല്ലേ? ഇല്ലെന്നേ, ഒന്നും പറഞ്ഞില്ല. അവള് ചുമ്മാ വന്നാന്നാ പറഞ്ഞത്. വീട്ടില് എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോനെ? പറ, നമുക്ക് പ്രശ്നമുണ്ടെ പരിഹരിക്കാം. നിന്റെ ഏട്ടൻ സച്ചി അവളെ എന്തെങ്കിലും പറഞ്ഞോ? പ്രശ്നം ഉണ്ടാക്കിയോ? അവിടെ നിൽക്കാൻ പറ്റാത്തത് കൊണ്ടാണോ അവൾ ഇങ്ങോട്ടേക്ക് വന്നത്? പ്രശ്നമൊന്നുമില്ല ആന്റി, ഞാനേ അവളെ ഒന്ന് പോയി കാണട്ടെ എന്ന് പറഞ്ഞിട്ട് പ്രശ്നമൊന്നും പറയാതെ നമ്മുടെ ശ്രീകാന്ത് നേരെ വർഷനെ കാണാൻ വേണ്ടി റൂമിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ റൂമിലേക്ക് ചെന്നപ്പോ വർഷ ഇങ്ങനെ മയങ്ങാണ്. അപ്പൊ പെട്ടെന്ന് നമ്മുടെ ശ്രീകാന്ത് വർഷനെ വിളിച്ചു കേട്ടോ. അപ്പൊ വർഷ പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടി എണീറ്റിട്ട് ഇങ്ങനെ ഇരിക്കുക, ഒന്നും മിണ്ടുന്നില്ല. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, അത് പിന്നെ വർഷേ, നിനക്ക് പനി എങ്ങനെയുണ്ട്? അതെന്തിനാ നീ അറിയുന്നത്? നീ അറിയേണ്ട കാര്യമുണ്ടോ? അല്ല, ഞാനല്ലാതെ പിന്നെ ആരാ അറിയേണ്ടത്? എന്നോടുള്ള ദേഷ്യം നിനക്ക് മാറിയില്ലേ? ഞാൻ എന്തിനു നിന്നോട് ദേഷ്യപ്പെടണം? നീ ആരാ, എന്റെ ഹസ്ബൻഡ് ആണോ? ഹസ്ബൻഡ് ആയിരുന്നെങ്കിലേ എനിക്ക് സുഖം ഇല്ലായിരുന്ന ആ സമയത്ത് തന്നെ നീ എന്റെ കൂടെ ഇരിക്കായിരുന്നില്ലേടാ? നീ എന്റെ കൂടെ ഇരുന്നോടാ? അത് പിന്നെ സോറി വർഷേ, പറ്റിപ്പോയി. ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ, അർജന്റ് വർക്ക് ആയതുകൊണ്ടാ ഞാൻ പോയത്. ഓ, അർജന്റ് വർക്കാണെങ്കിൽ അത് പോയി ചെയ്യാ. എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? ഇങ്ങോട്ടേക്ക് വരാൻ ആരെങ്കിലും ക്ഷണിച്ചോ നിന്നെ? പറഞ്ഞോ നിന്നോട്? ഇല്ലല്ലോ. അയ്യോ എന്റെ പൊന്നു വർഷേ, നീ എന്നെ ഒന്ന് മനസ്സിലാക്ക. അതെ, നീ എന്തിനാ പെട്ടിയൊക്കെ എടുത്ത് ഇങ്ങോട്ട് പോകുന്നത്? ഇത് എന്റെ വീടാ, എനിക്ക് തോന്നുമ്പോ ഞാൻ ഇങ്ങോട്ടേക്ക് വരും. അത് തടയാൻ നീ ആരാ? നിനക്ക് വരാം, പക്ഷെ ദേഷ്യപ്പെട്ട് പിണങ്ങി ഇങ്ങോട്ട് വരല് അത് ശരിയല്ല. എന്റെ അമ്മ പോകരുതെന്ന് പലതവണ പറഞ്ഞിട്ടും നീ കേട്ടില്ല കേട്ടോ. നീ പെട്ടി എടുത്തോണ്ട് അവിടെ നിന്ന് ഇറങ്ങുവല്ലേ ചെയ്തത്. അത് അമ്മ പറഞ്ഞതേ അനുസരിക്കാത്തത് കൊണ്ട് ചോദിക്കാൻ വന്നാണോ ശ്രീകാന്ത്? അതുകൊണ്ടൊന്നും അല്ല. നീ പെട്ടിയായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞപ്പം ഞാൻ ഷോക്കായി പോയി ആകെ. ഞാന് പ്രതീക്ഷിക്കാത്ത കാര്യമാണല്ലോ നടത്തത്. വല്ലാത്ത വിഷമം തോന്നി, ഞാൻ കാരണമാണല്ലോ എന്നൊക്കെ. മോളെ, തെറ്റുപറ്റിയത് എനിക്കാ, നീ എന്നോട് ക്ഷമിക്ക്, പൊറുക്ക്. ഞാൻ നിന്റെ അടുത്ത് വേണമായിരുന്നു, നിന്റെ അടുത്ത് നിൽക്കണമായിരുന്നു. സോറി വർഷ, സോറി. അവന്റെ ഒരു സോറി കൊണ്ടുപോയേ നീ കുപ്പത്തൊട്ടിയിട്. എന്നോട് സോറി പറയണ്ട. വർഷ, നിക്ക് വർഷ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. സോറി വർഷ, ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല. അടുത്ത് വേണമെന്ന് നീ പറഞ്ഞപ്പോ ഞാൻ അവിടെ നിൽക്കണമായിരുന്നു, അതാ വേണ്ടത്. പെട്ടെന്ന് വരാമെന്ന് കരുതിയിട്ടാ പോയത്. നീ പോകാനേ പാടില്ലായിരുന്നു ശ്രീകാന്ത്, നീ എന്തിനാ പോയത്? ശരിയാണ്, നീ പറയുന്നതാ ശരി, യു ആർ റൈറ്റ്, എനിക്കറിയാം. പക്ഷേ നീ എന്നോട് സോറി, എനിക്ക് സോറി തരണം. എനിക്കാണ് പനി വന്നിരുന്നെങ്കിൽ നീ എന്നെ വിട്ടിട്ട് പോയില്ലായിരുന്നു, അതെനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ പോകരുതായിരുന്നു. സോറി വർഷ, പ്ലീസ് വർഷ, എന്നോട് ക്ഷമിക്ക്. ഇപ്പോഴാണ് ശ്രീകാന്തിന് ബുദ്ധി വന്നത്. ഇപ്പൊ എവിടെ നിന്ന് പെട്ടെന്ന് ഈ ബുദ്ധി വന്നു? അത് പിന്നെ രേവതിയെ അടുത്ത് വിളിച്ച് എന്നോട് സംസാരിച്ചിരുന്നു. അപ്പോഴാ എന്റെ തെറ്റെന്താന്ന് എനിക്ക് മനസ്സിലായത്. അത് മനസ്സിലാക്കി തരാൻ നിനക്ക് വേറൊരാൾ വേണ്ടി വന്നു അല്ലേ ശ്രീകാന്തെ? അത് പിന്നെ നമ്മൾ ചെയ്യുന്ന തെറ്റ് മറ്റുള്ളവര് പറയുമ്പോഴല്ലേ നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പൊ മനസ്സിലായല്ലോ അല്ലേ? ഇനി വിട്ടോ. എവിടേക്ക് വിടാന്? നിന്റെ വീട്ടിലേക്ക് പോകാന്. അപ്പൊ നീ വരുന്നില്ലേ? ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞാൽ ഞാൻ വരുന്നില്ല. പക്ഷ ഞാൻ നിന്നോട് സോറി പറഞ്ഞില്ല പക്ഷ. അങ്ങനെ നീ സോറി പറഞ്ഞ ഉടൻ സന്തോഷത്തോടു കൂടി ഞാൻ പുറകെ വരുന്ന നീ കരുതിയോ? അത് പിന്നെ ഞാൻ എന്ത് ചെയ്താലാ നീ വരിക? നീ ആദ്യം നിന്റെ മനസ്സ് മാറ്റ, എന്നിട്ട് വാ. എന്റെ മനസ്സ് ഞാൻ എപ്പോഴും മാറ്റി.
അങ്ങനെ പെട്ടെന്നൊന്നും നിന്റെ മനസ്സ് മാറ്റാനായിട്ട് കഴിയില്ല, സമയമെടുക്കും. അത് മാറ്റിയിട്ട് വന്നാ മതി, അപ്പൊ ആലോചിക്കാം ഈ വർഷം വരണോ വേണ്ടയോ എന്ന്. ഇപ്പൊ ഈ വർഷം വരുന്നില്ല എന്ന് പറഞ്ഞ് പിണങ്ങി അങ്ങ് മാറി നിൽക്കുകയാണ് കേട്ടോ. നമ്മുടെ ശ്രീകാന്ത് ആണേല് പഠിച്ച വിദ്യ 18 നോക്കുകയാണ്. എന്നാലും പിണങ്ങി നിന്ന വർഷയുടെ പുറകിൽ ചെന്നിട്ട് നമ്മുടെ ശ്രീകാന്ത് ചെറിയൊരു നാണത്തോടു കൂടി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ വർഷ പറഞ്ഞു, നീ നിന്റെ വീട്ടിലേക്ക് ചെല്ല് ശ്രീകാന്തെ. അല്ല വർഷേ, നീ ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ, നീ തിരിഞ്ഞൊന്ന് നോക്കിക്കേ. എന്തിനു തിരിഞ്ഞു നോക്കണം? ഒന്ന് നോക്ക്, നീ ഒന്ന് തിരിഞ്ഞു നോക്ക് എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ വർഷ തിരിഞ്ഞു നോക്കി കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ ശ്രീകാന്തിനെ കാണുന്നില്ല കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് അവിടെ ഇരിക്കുകയാണ്, കട്ടിലയിൽ ഇരിക്കുക. കട്ടിലയിൽ ഇരുന്ന് നമ്മുടെ വർഷനെ തന്നെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് വർഷ നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്തിന്റെ കയ്യിൽ ഒരു റിങ്. ഈ പെണ്ണുങ്ങൾക്ക് പിന്നെ പറയാനുണ്ടോ, അടിപൊളി. കട്ടിലയിലല്ല കേട്ടോ ഇരിക്കുന്നത്, നമ്മുടെ ശ്രീകാന്ത് ഒരു മുട്ട് കുത്തിയിട്ട് ഒരു കാലിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഈ പൂവൊക്കെ കൊടുക്കുമല്ലോ, അതുപോലെ ഇരിക്കുന്നത്. അപ്പോഴത്തേക്കും റിങ് കൊടുത്തിട്ട് ഇന്നെ പിടിക്കുക എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ വർഷ ചോദിച്ചു, ഇത് ഡയമണ്ട് ആണോ? അതേന്നേ. എവിടെ നിന്ന് കിട്ടിയത്? അതെ, ഇത് ഞാൻ മേടിച്ചതാ. ഇന്നേ ഓണർ കുറച്ച് ക്യാഷ് ഗിഫ്റ്റ് ആയിട്ട് തന്നിരുന്നു. ആ ക്യാഷ് കൊണ്ട് നിനക്ക് വേണ്ടി ഞാൻ മേടിച്ചതാ. എങ്ങനെയുണ്ട്? സൂപ്പർ ആണോ? ഒരു ഡയമണ്ട് റിങ്ങിലൊന്നും ഞാൻ വീടില്ല, ഞാൻ അതില് ക്ഷമിക്കും, നിന്റെ കൂടെ വരും എന്നൊക്കെ നീ കരുതിയോ? പക്ഷേ ദേ, ഇതിൽ കൂടുതൽ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. നിന്റെ പിണക്കം മാറാൻ വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാ. പ്ലീസ് വർഷേ, എന്നോട് ക്ഷമിക്ക്, എന്നോട് പിണങ്ങല്ലേ വർഷേ. അപ്പോഴത്തേക്ക് നമ്മുടെ വർഷം ചിരിക്കാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ നമ്മുടെ വർഷ പിണക്കമൊക്കെ മാറ്റാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ വർഷയുടെ കയ്യില് ശ്രീകാന്ത് തന്നെ ആ ഡയമണ്ടിന്റെ മോതിരമൊക്കെ ഇട്ട് കൊടുക്കാൻ കേട്ടോ. അങ്ങനെ അവരുടെ വഴക്കും പിണക്കും ഒക്കെ മാറി. നമ്മുടെ സച്ചി പറഞ്ഞ പോലെ ശ്രീകാന്തിന് അറിയാം വർഷനെ എങ്ങനെ മാറ്റണം, വർഷനെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരണം എന്നൊക്കെ നമ്മുടെ സച്ചി പറഞ്ഞായിരുന്നല്ലോ രേവതിയോട്. അപ്പൊ അതുപോലെ തന്നെ ഏതായാലും ഈ ഒരു സമയത്ത് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുക്കാൻ കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ വർഷം പറഞ്ഞു, വേണ്ട വേണ്ട വേണ്ട, നിനക്ക് ഫീവർ വരും, വന്നാലിപ്പോ എന്താ, എന്നെ നോക്കാൻ എന്റെ വൈഫില്ലേ. അപ്പോഴത്തേക്ക് നമ്മുടെ വർഷം കെട്ടിപ്പിടിക്കാൻ കേട്ടോ. അങ്ങനെ ഒരു ലവ് സീനേ. ഈ സമയത്താണെങ്കിൽ മധുസൂദനും നമ്മുടെ മഹിമയും കൂടെ കാത്തിരിക്കുക, വഴക്കുണ്ടാക്കുന്നത് കാണാനും അവരിവിടെ നിൽക്കുന്നതൊക്കെ അറിയാനും ഒക്കെ. ഈ സമയത്ത് നമ്മുടെ മഹിമ പറയും, കുറെ സമയമായല്ലോ ഏട്ടാ, അവൻ എന്താ ഇറങ്ങി വരാത്തത്? ഇനിയിപ്പം രണ്ടുപേരും കൂടെ തമ്മി തല്ലുവാണോ? എനിക്കറിയത്തില്ല, തമ്മി തല്ലുവാണെ നല്ലതല്ലേ, നമുക്ക് എങ്ങനെയെങ്കിലും അവനിവിടെ പിടിച്ചു നിർത്താന്നേ. എനിക്ക് തോന്നുന്നില്ല, ഇതെന്താണെന്ന് അറിയില്ലല്ലോ. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ശ്രീകാന്ത് വർഷം കൂടെ ചിരിച്ചു കളിച്ച് ഇറങ്ങി വരുന്നത് മഹിമയും മധുസൂദനും കാണുന്നത്. അവർ അന്തം വിട്ടു പോവുകയാണ് കേട്ടോ. അവര് പ്രതീക്ഷിച്ചത് വേറെ വലിയ വഴക്കൊക്കെ ആവുമായിരിക്കുന്നതാണല്ലോ. അങ്ങനെ നമ്മുടെ ശ്രീകാന്തും വർഷം കൂടെ ഇറങ്ങി വന്നു. അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് വർഷ പറഞ്ഞു, അച്ഛാ അമ്മേ, ഞാൻ പോവുകയാണേ. നീ പോവുകയാണെന്നോ? എവിടെ പോകുന്നു? ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാ. അല്ലാതെ ഞാൻ എങ്ങോട്ട് പോവാനാ? ഞാൻ വീട്ടിലേക്ക് പോകുന്നു. നീ നിന്റെ വീട്ടിലേക്ക് പോവാണെന്നോ? എന്താ മോളെ ഇത്, നീ ഇവിടെ നിൽക്കാൻ വേണ്ടി വന്നതല്ലേ? അതെ, ഞാൻ ഇവിടെ നിൽക്കാൻ വേണ്ടി വന്നതാ, പക്ഷേ ഇപ്പൊ പോണെന്ന് തോന്നി പോകുന്നു. ശ്രീകാന്ത് വന്നില്ലേ, ഇനി ഞാൻ പോവും. എന്താ മോളെ ഇത്, നിനക്ക് ഫീവർ അല്ലേ? അത് ശരിയായിട്ട് പോയാ പോരെ? ഏതെങ്കിലും വന്നതല്ലേ, 2-3 ദിവസം ഇവിടെ നിൽക്കുക. കുഴപ്പമൊന്നുമില്ല, എന്നെ നോക്കാൻ എന്റെ ഹസ്ബൻഡ് ഉണ്ടല്ലോ അച്ഛാ. പിന്നെ എന്തിനാ ഞാൻ പേടിക്കുന്നത്? അല്ല, നീ എന്തിനാ പിന്നെ പെട്ടിയൊക്കെ ആയിട്ട് വന്നത്? അത് പിന്നെ ഞാന് ഇങ്ങോട്ട് വന്നു, ഇപ്പൊ ഞാൻ പോവാ. അപ്പൊ മധുസൂദനൻ ചോദിച്ചു, അല്ല 2-3 ദിവസം നിങ്ങൾക്ക് ഇവിടെ താമസിച്ചിട്ട് പോയാ പോരെ മോനെ? അതൊന്നും സാരമില്ല, ഞങ്ങൾ ഇപ്പൊ തന്നെ പോവാ. അപ്പൊ മഹിമ പറഞ്ഞു, എന്താ പ്രശ്നം ഉണ്ടല്ലോ നിങ്ങൾക്ക്? ഒരു പ്രശ്നമില്ല, ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ശ്രീകാന്തിന്റെ കൂടെ പോവോ? അപ്പോഴത്തേക്കും ശ്രീകാന്ത് പറഞ്ഞു, ബാ ശ്രീകാന്ത്, അല്ല ബാ വർഷേ, നമുക്ക് പോവാം. അതെ ആന്റി അങ്കിളെ, ഞങ്ങൾ പോവുകയാണ് എന്ന് പറഞ്ഞ് അവര് പോവുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ മധുസൂദനൻ പറഞ്ഞു, കണ്ടല്ലോ, പ്രശ്നം വഷളാക്കി അവളെ ഇവിടെ താമസിപ്പിക്കാന്ന് ഞാൻ കരുതിയത്. ഭർത്താവ് വന്ന് വിളിച്ചപ്പോ അനുസരണയുള്ള പട്ടിക്കുട്ടിയെ പോലെ അവൾ അങ്ങ് പോയി. ഇവളെ കണ്ടിട്ട് നമ്മളൊന്നും പ്ലാൻ ചെയ്തിട്ട് ഒരു കാര്യമില്ല മഹിമയെന്ന്. ഇവരാണെങ്കിൽ ഇപ്പൊ തന്നെ ഇവിടെ നിർത്തിക്കളയാം, ശ്രീകാന്തിനെ ഇവിടെ നിർത്തിക്കളയാം എന്നൊക്കെയാ വിചാരിച്ചത്. എല്ലാം ഫ്ലോപ്പ് ആയി പോയിട്ടോ. പിന്നെ കാണിക്കുന്ന സീനില് നമ്മുടെ ശ്രുതിയും കൂടെയാ വരുന്നത് കേട്ടോ. അപ്പോഴത്തേക്ക് ചന്ദ്ര അവിടെയുണ്ട്. അപ്പൊ ശ്രുതിയാണെങ്കിൽ, എന്റെ അമ്മയെ എനിക്ക് വിശക്കുന്നമ്മേ, എനിക്ക് വിശക്കുന്നു, ഭക്ഷണം എന്തെങ്കിലും റെഡിയായോ? എവിടെ റെഡിയാകാനായിട്ടാ? ഇവിടെ ഒന്നും റെഡി ആയിട്ടില്ല. അവള് തവിയിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എന്റെ പൊന്നമ്മേ, ഞങ്ങള് അമ്മയാ ഭക്ഷണം ഉണ്ടാക്കുന്നതെന്ന് അറിയുമായിരുന്നെങ്കിൽ സത്യത്തിൽ ഹോട്ടലിൽ നിന്ന് കഴിച്ചേനെ. പക്ഷേ ഞാൻ ഇവിടുത്തെ രേവതിയാ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയല്ല ചന്ദ്ര ചിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ചിരിച്ചിട്ട് പറഞ്ഞു, മനസ്സിലായടാ, മനസ്സിലായി, എന്റെ ഭക്ഷണം നിനക്ക് ഇഷ്ടമല്ലല്ലേ? ആ പൂ കെട്ടുന്നവളെ ഇവിടെ വരുന്നതിന് മുമ്പ് ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം മൂക്കുമുട്ട തിന്നവനല്ല, എന്ത് കുറ്റം പറയുന്നോ? കുറ്റം പറയുന്നതല്ല, ഈ പൂ ഉണ്ടാക്കുന്നവർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ എവിടെ നിന്ന് അറിയാം? എന്റെ അമ്മയുടെ കൈപുണ്യത്തിന്റെ അയലത്ത് വരുമോ ഇതൊക്കെ? എന്നിട്ട് അവളുണ്ടാക്കിയ ഭക്ഷണം കഴിക്കാനല്ലേ ഉച്ചയ്ക്ക് ഇങ്ങോട്ട് കെട്ടിയെടുത്ത് വന്നത്? ഓണം കെട്ടവൻ, നാണമില്ലടാ നിനക്ക്?
അപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു അല്ല അങ്ങനെയൊന്നും അല്ല ആന്റി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കാണ് നമ്മുടെ ശ്രീകാന്ത് കയറി വരുന്നത്. ശ്രീകാന്തിനെ കണ്ടത് നമ്മുടെ ചന്ദ്രൻ ഒന്ന് ചിരിച്ച പൂത്തുലയുകയാണ് കേട്ടോ. അപ്പോഴാണ് ശ്രീകാന്തിന്റെ മറു സൈഡിലായിട്ട് നമ്മുടെ വർഷയും കൂടെ കയറി വരുന്നത് കേട്ടോ. വർഷയും കൂടെ കയറി വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയുടെ കിളി പറന്നുപോയി. അപ്പൊ ആദ്യം വർഷ കയറി വന്നില്ലേ, അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര അറിഞ്ഞിട്ടില്ല വർഷം വന്നത്. അപ്പൊ ശ്രീകാന്ത് കയറി വന്നപ്പോഴത്തേക്ക് അമ്മ അനുസരിക്കുന്ന മക്കളായി ഇങ്ങനെ വരാം, എന്റെ മോനെ കണ്ട് പഠിക്കുക. അവനോട് ജോലി തീർത്തിട്ട് പെട്ടെന്ന് വരാൻ പറഞ്ഞപ്പോ അവൻ വന്നത് കണ്ടോ. മോനെ എന്താണ് നിന്റെ മുഖത്തൊരു വിഷമം, എന്ത് പറ്റിയത്? ഏയ് വിഷമമില്ല, സന്തോഷമേ സന്തോഷം എന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് നമ്മുടെ വർഷ കയറി വരുന്നത്. സത്യം പറഞ്ഞിട്ടുണ്ട് ചന്ദ്ര കണ്ടത്. വർഷ പെട്ടിയായിട്ട് തിരിച്ചു വരിക. പെട്ടിയായിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര ചോദിച്ചു, അല്ല എന്താ നീ വീട് മാറി വന്നതാണോ? വീട് മാറേണ്ട കാര്യമൊന്നും, ഞാൻ ഇവിടെ നിന്നല്ല അങ്ങോട്ടേക്ക് പോയത്, പിന്നെ എങ്ങനെ ഞാൻ വീട് മാറുന്ന ആന്റി പറയുന്ന ആന്റിന്ന്. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ ശ്രുതി ഏതാണ്ട് രീതിയിലൊക്കെ നോക്കുകയാണ് ഇവിടെ എന്താ സംഭവിച്ചതെന്ന് അറിയാതെ. അപ്പൊ രവീന്ദ്രനെ സച്ചി ഇറങ്ങി വന്നു. അപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു, ആഹാ നീ വന്നോ, പെട്ടിയും തൂക്കിപ്പോയപ്പോ ഞാൻ കരുതി ഇത് വലിയ വിഷയമാകും, തുടർക്കഥയായി പോകുന്നു, നീ പെട്ടെന്ന് വന്നല്ലോ. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, ഒരു വിധത്തിലാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എല്ലാം അറിഞ്ഞായിരുന്നു. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ വഴക്കൊക്കെ കൂടുന്നത് സ്വാഭാവികമാണ്. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു, അത് സ്വാഭാവികമാണ്, ഞാനും രേവതിയും കൂടി ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നതാണല്ലോ. അപ്പോഴത്തേക്കാണ് ശ്രുതി പറഞ്ഞത്, നിങ്ങളുടെ വഴക്ക് ടെസ്റ്റ് മാച്ച് പോലല്ല, 5 ദിവസം ഉണ്ടല്ലോ. വെറുതെ ഞങ്ങളുടെ വഴക്ക് ഒരു ദിവസത്തിൽ കൂടെ നിക്കത്തില്ലടാ, ഞങ്ങളത് സംസാരിച്ച് തീർക്കും. ഞങ്ങളുടെ വഴക്ക് 1 ഡേ മാച്ച് പോലെയാ കേട്ടോ, അല്ല രേവതി ഇത് ചോദിച്ചപ്പോഴത്തേക്ക് രേവതി അതേന്ന് പറഞ്ഞ്. അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രന് പറഞ്ഞു, ഏതായാലും വഴക്കൊക്കെ മാറിയല്ലോ, നല്ല കാര്യം. അപ്പൊ ചന്ദ്ര പറഞ്ഞു, പോകരുതെന്ന് ഞാൻ ഇവനോട് പറഞ്ഞതാ, ഒരു മര്യാദ ഇല്ലാതെയല്ലേ നീ ഇറങ്ങി പോയത്. പക്ഷെ ഞാൻ മര്യാദ ഇല്ലാതെ പോയെന്നോ? എവിടെ പോയെന്ന് ഹാജിയോട് പറഞ്ഞിട്ടില്ല ഞാൻ ഇവിടുന്ന് പോയത്. നീ ജോലിക്ക് പോയിട്ടൊന്നും അല്ലല്ലോ വരുന്നത്, കെട്ടിയവനോട് പിണങ്ങി അമ്മ വീട്ടിൽ പോയിട്ട് വരുന്നതല്ലേ. ഇതൊക്കെ നല്ലതാണോ? നല്ലതിന് വേണ്ടിയാണോ? ഇത് നല്ലതാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, ചന്ദ്രേ അവള് വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്നില്ലേ, അതില് നമ്മൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത്, അല്ലാതെ പിന്നെ എന്താ ചെയ്യേണ്ടത്? ഞാൻ എന്തിനു സന്തോഷിക്കണം? അവൾക്ക് തോന്നുന്ന പോലെ പോകുന്നു, തോന്നുന്ന പോലെ വരുന്നു, അവളുടെ ഇഷ്ടത്തിന് എല്ലാം ചെയ്യുന്നു. അതൊന്നും ഇവിടെ നടക്കത്തില്ല ആന്റി, അതൊക്കെ ഇവിടെ നടക്കും ആന്റി. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രൻ ഞെട്ടിപ്പോയിട്ട് എന്ന് വെച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ വർഷേനെ തോപ്പിക്കാൻ പറ്റത്തില്ലല്ലോ ആർക്കും. അങ്ങനെ വർഷ പറഞ്ഞു, ഞാനും എന്റെ ഹസ്ബൻഡ് തമ്മിലാ വഴക്കടിച്ചത്, ഞങ്ങൾ പിണങ്ങും, അത് ഞങ്ങളുടെ കാര്യം, അത് ഞങ്ങളുടെ ഇഷ്ടമല്ല ആന്റി, അതിനെന്തിനാ ആന്റി കൈ കടത്തുന്നത്? ഞാനും എന്റെ ഭർത്താവും പിണങ്ങുന്നതിന് ആന്റിക്ക് എന്താ കുഴപ്പം? ആന്റിയോട് പിണങ്ങിയോ? ആന്റി എന്തിനാ ഇതൊന്നും തിളയ്ക്കുന്നത്? ഓഹോ, നിങ്ങളുടെ ഇഷ്ടം പോലെ ഇവിടെ നടക്കത്തില്ല. ഇവിടെ ഞാൻ എന്ന് പറഞ്ഞു ഒരുത്തിയുണ്ട്, എന്നോട് കുറച്ചെങ്കിലും സ്നേഹവും ബഹുമാനവും ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കാതെ നീ ഇറങ്ങി പോവായിരുന്നോടി? നീ അങ്ങനെ ചെയ്യുമായിരുന്നോ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് എന്നോട് പറയണം, അത് ഞാൻ പറഞ്ഞ് സംസാരിച്ച് പരിഹരിക്കും. നിങ്ങളാര്, കോടതിയിലെ ജഡ്ജോ? ഇത് കേട്ടതും നമ്മുടെ സച്ചിക്ക് ഭയങ്കര സന്തോഷം. സച്ചി അത് കലക്കി, സൂപ്പറായി സൂപ്പറായിന്ന്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പം എലി കുഞ്ഞും തല പൊക്കാൻ തുടങ്ങി. എന്നിട്ട് നമ്മുടെ സച്ചി ചന്ദ്രൻ ഒരു നോട്ടോട്ടോ, അടിപൊളി സീനാണ്. അപ്പൊ എല്ലാവരും കാത്തിരുന്നാണ് ഈ ഒരു സീൻ കാണിച്ചിട്ട് ശേഷം അവസാനിക്കുന്നത്. പിന്നെ ഒരു പരിധിയില്ലേ, രേവതിയോട് വെക്കിട്ട് കയറണ പോലെ നമ്മുടെ വർഷയുടെ വെക്കിട്ട് കയറിയിട്ടുണ്ടല്ലേ, വർഷ അങ്ങ് മിണ്ടാതിരിക്കുന്നു കരുതി. വർഷ ആരാ മോള്? വർഷ ഉരുളക്ക് ഉപ്പേരി എന്ന് പറയുന്ന പോലെ ടപ്പ് ടപ്പേന്ന് മറുപടി കൊടുക്കുന്നു. അപ്പൊ കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അപ്പൊ ടാറ്റ ബൈ ബൈ, ലൈക്ക് അടിക്കാൻ മറക്കരുതേ.